എന്തായാലും ഒരു പോറ്റി ഉണ്ടാക്കിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഖാക്കൾ ഓടുമ്പോൾ മറ്റൊരു പോറ്റി പെട്ടിയെടുത്ത് പാർട്ടി തന്നെ വിട്ടുപോയിരിക്കുകയാണ്. അത് ന്യായീകരിക്കാൻ ആളെ ഇറക്കാമെന്ന് കരുതിയപ്പോഴാണ് പ്രധാന ഒരു ന്യായീകരണ സഹയാത്രികൻ തലേന്നേ പോയത് സഖാക്കൾ ഓർക്കുന്നത്. ചെറുതും വലുതുമായ തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് വിലയിരുത്തുമ്പോൾ ഇനിയും ഇടതുപാളയത്ത് നിന്ന് ആളെത്തും എന്ന് UDF ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആളുകൾ ഒറ്റയ്ക്കല്ല, കക്ഷികൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞെന്നും അവകാശവാദമുണ്ട്. സോഷ്യൽ മീഡിയ സ്ക്രോളിൽ പല പേരും ഉയർന്നു വരുന്നുമുണ്ട്. ഇനിയും UDF വലുതാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കൊച്ചിക്കാരാണ്. ജോയി ചില ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൊച്ചിക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. സംസ്ഥാനമാകെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ചൂടുപിടിച്ച മുന്നണി മാറ്റ ചർച്ചകളും സജീവമാണ്. UDFൽ ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ജനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. കൂടുതൽ പേർ കോൺഗ്രസിലേക്ക് എത്തുമോ? ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിക്ക് എതിരായിട്ട് ഒരു ജനവികാരമുണ്ട്. അതിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതിന് 3 മാസം മാത്രമുള്ള സമയം ആയതുകൊണ്ട് ഇനിയും വരാം. ഇപ്പോൾ ഇന്നലെ ഐഷ പോറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മാണി ഗ്രൂപ്പ് ചിലപ്പോൾ വരും. അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അവരെ പറ്റിക്കുന്ന ആളുകളല്ലേ കോൺഗ്രസ്സുകാർ. എന്താ പറയണം, കൂടുതൽ പേര് വരണം. എങ്ങനെ വരും? കോൺഗ്രസിൻ്റെ നയം എന്താ? BJP ആയിട്ട് ഒത്തുകൂടുക, കേരളത്തെ വിൽപ്പനക്ക് വെക്കുക, അദാനിക്ക് കൊടുക്കുക. കോൺഗ്രസ് വന്നാലും ആരാണ് ഇത് ഭരിക്കാൻ കഴിവുള്ള ആരാണോ? ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് ഒരു ഓട്ടാവകാശം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഭരിക്കാൻ ആർക്കെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം, അതിനുള്ള ബോധമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ ജനങ്ങൾ കാണിച്ചാൽ മുന്നണിയുമായിട്ട് ഇപ്പോൾ മൊത്തത്തിലൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലിപ്പോൾ ഈ കാക്ക എന്നെ കോഴിക്ക് കണ്ടുകൂടാ, കോഴിക്ക് എന്നെ കാക്ക കണ്ടുകൂടാ, ആ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ ഇതിൽ തന്നെ മുന്നണി ഇതിൽ പറയാനൊന്നുമില്ല. എല്ലാം ഉണ്ടാവും നമുക്ക് നോക്കി നിന്ന് കാണാം. ഏത് മാറ്റങ്ങളാണ് ആര് വന്നാലും എവിടെ വന്നാലും എന്ത് സംഭവിക്കാനും ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തലമുറകളും ഇപ്പോഴത്തെ തലമുറകളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. മറ്റവർ വന്ന് ഇവർ വന്ന് മറ്റവർ പോയിന്ന് അതല്ല കാര്യം, എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ടിബിൻ ടോമിനൊപ്പം ജോയ് മോൻ ജോസ്, ന്യൂസ് മലയാളം.